കൃപാസന മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇപ്പം 5ാമത്തെ സാക്ഷ്യമാണ് പറയാനുള്ളത്. ആളാണ് ഉടമ്പടി എടുത്തേക്കുന്നത്. ഇപ്പം ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ ഈ കുഞ്ഞിൻ്റെയാണ്. എനിക്ക് PCOD ആയിരുന്നു, 2 ഓവറി ഫുള്ള് PCOD ആയിരുന്നു. അപ്പോൾ അടുത്തൊരു മൂത്തൊരു കുഞ്ഞുണ്ട്, അവൾക്ക് 6 വയസ്സാണ്. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് 2 വർഷം മെഡിസിൻ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ എന്നാണ്. കാരണം ഫുൾ PCOD ആയിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ് ഒരു ഡോക്ടറോടത്തും പോകണ്ട, എനിക്ക് കൃപാസന മാതാവിന് വിശ്വാസമാണ്. അപ്പോൾ ആൾ ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് ആൾ പങ്കെടുത്ത് നിയോഗം വെച്ചിട്ടുണ്ടായി മാതാവിനോട്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ തരണമെന്ന്. അപ്പോൾ അതുപോലെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ സ്കൂട്ടിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ആയി. അപ്പോഴും ഞങ്ങൾ ചിന്തിക്കണില്ല മാതാവ് ഇത്ര പെട്ടെന്ന് അനുഗ്രഹിക്കും എന്നുള്ളത്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് ആയിട്ടുണ്ട്, ഇത് കിട്ടാൻ ഉറപ്പൊന്നുമില്ല, ഒരു 95% ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ മാതാവിൻ്റെ അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ഡോക്ടറെ അടുത്ത് പോയിട്ട് ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ആൾ എല്ലാ ദിവസവും വൈകുന്നേരം വയറിൽ വിശുദ്ധ തൈലം വെച്ച് കുരിശ് വരയ്ക്കും, കുറച്ച് ഉപ്പും ഞങ്ങൾ കഴിക്കുമായിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഹാർട്ട് ബീറ്റ് കിട്ടണില്ല കൊച്ചിന്. അപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് അപ്പോഴും പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ള് റെസ്റ്റ് പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോകാൻ മാത്രമേ എനിക്കാൻ പാടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു, കാരണം ഇത്രയും PCODയുടെ ഇടയിൽ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ മാതാവ് തന്ന കുഞ്ഞിനെ മാതാവ് തന്നെ നോക്കുന്നുള്ള ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ബെഡ് റെസ്റ്റ് വേണമെന്നുള്ളത്. ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയി ട്രെയിൻ യാത്രയിൽ. പക്ഷേ പോയി വന്നിട്ടും എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 മാസമായപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 3-ാം മാസത്തിന് മുമ്പ് ആദ്യത്തെ മാസത്തെ ചെക്കപ്പിന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാം മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ചെക്കപ്പിന് വേണ്ടി 3-ാം മാസത്തെ ചെക്കപ്പിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് NT എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിനകത്ത് 3.2 ആയിരുന്നു ഇവൾക്ക്. ശരിക്കും 1 ഇത് പാടുള്ളൂ. അതായത് കുട്ടിക്ക് വല്ല ജനിതകമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഇവൾക്ക് ഓട്ടിസം ഉണ്ടാവും എന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളത് വീട്ടിൽ ആരോടും പറഞ്ഞില്ല, ഞങ്ങൾ 2 ആളും മാത്രമാണ് അറിഞ്ഞത്. കാരണം ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു മാതാവ് തന്ന കൊച്ചാണ്, ഒരു അസുഖങ്ങൾ അവൾക്ക് വരുത്തില്ല എന്ന് പൂർണ്ണ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ ആരോടും പറഞ്ഞില്ല കൊച്ചിന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് വരെ ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് കൊണ്ടുപോയി പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യമായിട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നു. മാതാവ് തന്നപ്പോൾ ഞങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാനുണ്ടായിരുന്നു ആ മാസങ്ങളിൽ. നമ്മുടെ വിശ്വാസം ശക്തമല്ലേ എന്നുള്ളൊരു പരീക്ഷണത്തിലായിരുന്നു മാതാവ് ഞങ്ങളെ കൊണ്ടുവരുന്നത്. പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് തന്നു. അതുപോലെ പ്രസവിച്ച് കഴിഞ്ഞിട്ടും ഈ കുഞ്ഞിന് 2 കാലിൻ്റെ ഒടിയിൽ ഭയങ്കര എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറില്ല, അപ്പോൾ അതൊരു ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പിന്നെയും ഞങ്ങൾ ഇതുപോലെ മാതാവിൻ്റെ തൈലും അവളുടെ 2 കാലുമ്പലും കുരിശ് വരച്ചു, ഉപ്പ് തിരിച്ച് കൊടുക്കുകയെന്ന് അവൾക്ക്. അങ്ങനെ പിന്നത്തെ പ്രാവശ്യം ചെക്കപ്പ് ചെന്നപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കുട്ടിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങളുടെ മൂത്ത കൊച്ചിനെയും ഇതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മാതാവ് തന്നത്. പിന്നത്തെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മാമ്മ 82 വയസ്സായതാണ്. അപ്പോൾ ആൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ പിടിച്ച് വേണം ആളെ കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള ആൾ എൻ്റെ മൂത്ത കൊച്ചിന് പനിയായപ്പോൾ രാത്രി 2 മണിക്ക് കുഞ്ഞിനെ നോക്കി ആൾ തിരിച്ചു പോകുന്ന വഴിക്ക് റൂമിലെ കാർപ്പറ്റിൽ ചെരുപ്പ് തട്ടി ആൾ തെറിച്ച് 2 അടിയോളം ഫ്രണ്ടിലേക്കാണ് വീണത്. അങ്ങനെ വീണപ്പോൾ ഈ വോളിൻ്റെ സൈഡിലുണ്ടായിരുന്ന കുറ്റി ആളുടെ മേത്ത് തുളച്ച് കയറി. പക്ഷേ ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് പേടിയായിരുന്നു അമ്മ ഇനി എനിക്കില്ല എന്നുള്ളത്. കാരണം ഇത്രയും വയസ്സായ ഒരാൾ, നടക്കാൻ പറ്റാത്ത ഒരാൾ ഇങ്ങനെ തെറിച്ച് വീണ് ഞങ്ങൾ വന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ ആകെ കൂടി പേടിച്ചു പോയി. അപ്പം തന്നെ ആ സമയത്ത് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ നിൻ്റെ അടുക്കലൊന്ന് സാക്ഷ്യം പറഞ്ഞോളാം, അമ്മാമ്മയ്ക്ക് കുഴപ്പമൊന്നും വരുത്തരുന്നു. അതുപോലെ തന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുഴപ്പം അവൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതേ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. അപ്പം തന്നെ മാതാവിൻ്റെ മുട്ടുകാലുമ്പലും അമ്മയുടെ നെറ്റിയിലൊക്കെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. സാക്ഷ്യം പറയാന്നുള്ള പേരിൽ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ എനിക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടിയിട്ടുണ്ടായി. സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇടയിലായതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മെറ്റേണിറ്റി സാലറിയോട് കൂടെയുള്ള ലീവാണ് നമുക്ക് കിട്ടുക. പക്ഷേ അതിന് വേണ്ടി ഞങ്ങൾ കുറേ പരിശ്രമിച്ചെങ്കിലും എൻ്റെ ഈ സാലറിയുടെ എനിക്ക് PF ഉണ്ടായിരുന്നില്ല. അപ്പോൾ ESI ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് നമുക്ക് ഫുൾ സാലറി കിട്ടണമെങ്കിൽ PF വേണം.
പക്ഷേ PF ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ ഒരു PFൻ്റെ ഒരു ID ESIന്ന് സീഡ് തന്നെങ്കിലും സീഡ് ചെയ്യാൻ പറ്റണില്ല. നെറ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഈ ഫോൾഡർ എടുക്കുമ്പോൾ മാത്രം നെറ്റില്ല. അങ്ങനെ ഒരു ദിവസം ലാസ്റ്റ് അപ്പം ഞങ്ങൾ പിന്നെ അത് വിട്ടു. ഇനിയിപ്പോൾ എന്തായാലും അത് പൈസ നമുക്ക് കിട്ടാൻ പോകണില്ല, വിട്ടു. പക്ഷേ മാതാവിനോട് ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്കത് തരണം, തന്നാൽ ഞാൻ സാക്ഷ്യം വായിക്കാമെന്ന് 2 മാസം മുമ്പേ മാതാവിനോട് പറഞ്ഞിരുന്ന ഒറ്റ പേരുകൊണ്ട് മാതാവ് ആ ലാസ്റ്റ് നിമിഷം ESIന്ന് അവർ വിളിക്കുകയും ആ ദിവസം ഞാൻ സ്കൂളിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ലാസ്റ്റ് നിമിഷം ശരിയാവുകയും ചെയ്തു. അപ്പം അതിനകത്തുനിന്നൊരു ഞങ്ങൾക്ക് മനസ്സിലായത്, മാതാവിനോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞാലും മാതാവ് അത് മറക്കില്ല, നമുക്കത് ചെയ്ത് തന്നിരിക്കും. അത് ഉറച്ച വിശ്വാസമായി ഞങ്ങൾക്ക് അതിലൂടെ. ഞങ്ങൾ വേളാങ്കണ്ണി പോയപ്പോൾ ഞങ്ങൾ ആള് അഖണ്ഡ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ മാസവും വലപ്പാട് പള്ളിയിൽ വെച്ച് ഇവർ കുറച്ച് പ്രയർ ഗ്രൂപ്പിൽ കുറച്ച് ആളുകളെല്ലാം ചേർന്ന് അഖണ്ഡ ജപമാല ചൊല്ലും. അതുപോലെ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചും ഞങ്ങളെല്ലാവരും കൂടി പള്ളിക്കകത്ത് ഇരുന്നിട്ട് അഖണ്ഡ ജപമാല പ്രാർത്ഥിച്ചു. ഇതുപോലെ ഉണ്ണിക്ക് 2 മാസമുള്ള സമയത്ത് ഞാൻ മിഠായി കഴിച്ചിട്ട് ഉണ്ണി പെട്ടെന്ന് കരഞ്ഞപ്പോൾ ഉണ്ണീനെ എടുക്കാൻ വേണ്ടി പോയതും മിഠായി എൻ്റെ തൊണ്ടയിൽ തടഞ്ഞിട്ട് എനിക്ക് കൊച്ചിനെ എടുക്കണോ അതോ എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റണില്ല. ആ സമയത്ത് ആരും ഇല്ല അവിടെ വീട്ടിൽ. തൊണ്ടയിൽ ഇരുന്നിട്ട് എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു, വിയർത്തു തുടങ്ങി, ആകെ കൂടെ പരവേശം. ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ ആ നിമിഷം എൻ്റെ കൊച്ചനാദിയാവുമല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് അത്രയും ഒട്ടും പറ്റണില്ല. നമ്മളത് പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ട് പറയുമെങ്കിലും ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് മാതാവിൻ്റെ തൈലെടുത്ത് എൻ്റെ ഈ നെറ്റിയിലും അതുപോലെ ഈ ഇവിടെയും തേച്ച വഴിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ, പെട്ടെന്ന് അത് ഇറങ്ങിയാൽ പോയി എന്നുള്ളതാണ്. അത് നമ്മൾ പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് അത് പറഞ്ഞ് ഇതാക്കേണ്ടതെന്ന്. നമ്മൾ അത്രയും ആ ഒരു സമയം കൊണ്ട് വേദന അനുഭവിച്ചു. അമ്മമാരുടെ വൃദ്ധസദനങ്ങളിൽ പോകും, അതുപോലെ തന്നെ അപ്പന്മാരുടെ വൃദ്ധസദനങ്ങളുണ്ട്, അവിടെ പോകും. പിന്നെ അതുപോലെ ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ അവിടെ സഹായിക്കാൻ പോകും. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും അതെല്ലാം ഉപയോഗിക്കണത് മാതാവിൻ്റെ ഇവിടെ അച്ഛൻ്റെ പ്രെയർ ആയാലും സാക്ഷ്യങ്ങളായാലും അതൊക്കെ പ്രചരിപ്പിക്കാനാണ് ഉപയോഗിക്കണത്. ഇപ്പോൾ ഇഷ്ടംമാതിരി ആൾ തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അതുപോലെ കുറേ പേര് നമ്മൾ ഉപ്പും നേർച്ച വസ്തുക്കൾ ഇഷ്ടംമാതിരി കൊടുത്ത ആൾക്കാർ വീണ്ടും നമ്മളോട് അത് ചോദിച്ച് മേടിക്കുമ്പോൾ എല്ലാവർക്കും നമ്മളത് കൊടുക്കും. അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് മാതാവിൽ. മാതാവ് അനുഗ്രഹം ഒരുപാട് തരുന്നുണ്ട്. ഈ ഉടുമ്പടി എടുത്തത് കൊണ്ട് തന്നെ മാതാവ് ഞങ്ങളുടെ വീട്ടിലൊരാളായിട്ട് നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങൾ പോലും, ഒരു ചെറിയ കാര്യങ്ങൾ പോലും മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മാതാവിന് 1000 നന്ദി.